ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ടാക്സ് അടയ്ക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ GST തന്നെ ഒരുപാട് GST അടച്ചിട്ടാണ് ഇവർ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് ലാഭകരമായിട്ട് നടത്തുന്നത്? അപ്പോൾ ആ ഒരു മാജിക്കാണ് ITC എന്നുള്ളത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരാളൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു 40 ലക്ഷം രൂപയ്ക്ക് കുറച്ച് തുണികൾ അവർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു എന്ന് കരുതും. അപ്പോൾ ഏകദേശം ഒരു 10% ടാക്സ് വരുന്നത്. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ അടുത്ത് ആൾ ടാക്സ് അടച്ചു വെച്ചിരിക്കുകയാണ്, ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇദ്ദേഹം ഇത് വിൽക്കുന്നത് 50 ലക്ഷം രൂപയ്ക്കാണ്. അതായത് ഒരു 10 ലക്ഷം രൂപ മാർജിൻ ഇട്ടിട്ടാണ് അദ്ദേഹം വിൽക്കുന്നത് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ, അതായത് 10 ലക്ഷം രൂപയുണ്ടല്ലോ, ആ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിൻ്റെ ടാക്സ് മാത്രം ആൾ അടച്ചാൽ മതി. അതായത് കൺസെപ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ 10% ഏവറേജ് ടാക്സ് എന്ന് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ആൾ ടാക്സ് അടയ്ക്കണമല്ലോ. പക്ഷേ ഓൾറെഡി ആൾ 4 ലക്ഷം രൂപ പർച്ചേസ് ചെയ്ത സമയത്ത് അടച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 1 ലക്ഷം രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, ആളിനി അടച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത്. GST സീരീസിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് GST രജിസ്ട്രേഷനെ കുറിച്ചാണ്.